എല്ലാവർക്കും കുഴക്കട്ട ഉണ്ടാക്കാനും അറിയാം. അപ്പം അതിന് തേങ്ങയും അതിന് ശർക്കരയും ജീരകവും ഒക്കെ ചേർക്കുന്ന ഒരു പരുവം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനകത്ത് അയമോദകവും കരിപ്പെട്ടിയും കുറച്ച് കയ്യിൽ കുറച്ചെടുത്തിട്ട് അതൊന്ന് തേങ്ങയ്ക്കകത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ അയമോദകം പണ്ട് ഇവിടെ വീട്ടിൽ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി അയമോദകവും കരിപ്പെട്ടിയും കൂടി മിക്സാക്കി ഇങ്ങനെ വെച്ചതാണ്. പക്ഷേ അത് അവൻ കഴിച്ചില്ല. അയമോദകത്തിൻ്റെ ഇത് കൂടിപ്പോയത് കൊണ്ടൊരു ടേസ്റ്റ് വ്യത്യാസം ഉള്ളതുകൊണ്ട് അത് അവിടെ ഇരുന്ന്. അപ്പം അങ്ങനെ ഇത് ബാലൻസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് വെറുതെ ഇരുന്ന് നശിച്ചു പോകണല്ലോ എന്ന് വിചാരിച്ച് ഇതുപോലെ കുഴക്കട്ടയോ ഇലയപ്പമോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് ഇടും. അപ്പം നല്ല ടേസ്റ്റും കിട്ടും ഇതിന്. അപ്പം അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കുഴക്കട്ടയാണ്. ഒരുപാട് ആൾക്കാരൊന്നും ഉപയോഗിക്കണമെന്നില്ല. ചിലർ സിമ്പിളായിട്ടുണ്ടാക്കും, ചിലർ അയമോദകം ചേർക്കാറുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പം കരിപ്പെട്ടി സാധാരണ ചേർക്കാറില്ല. എന്തായാലും ഇതും കൂടി ഇങ്ങനെ ചേർത്ത് കുഴക്കട്ട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. സോ ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ളവരൊന്ന് ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്. ഞങ്ങളിവിടെ സ്ഥിരം ഉണ്ടാക്കാറുണ്ട്. ഇവയെല്ലാവരും കഴിക്കും, കുഞ്ഞുങ്ങളും കഴിക്കും, അവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഇത് വെച്ചത് അടുപ്പിലാണ്, വീട്ടിൽ ഗ്യാസ് തീർന്നുകൊണ്ട് നമ്മൾ അടുപ്പിലാണ് ഈ കുഴക്കട്ടയെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നല്ല ആവി പറന്ന് അതങ്ങോട്ട് തുറന്നിങ്ങനെ